തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM. രാഷ്ട്രീയ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വോട്ട് കണക്ക് ഇടതനുകൂലമെന്ന് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. രാഷ്ട്രീയമായി ജനം വോട്ട് ചെയ്ത് കണക്കെടുത്താൽ 68 മണ്ഡലങ്ങൾ LDFന് ലീഡുണ്ട്. സർക്കാർ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കെതിരഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നും വിലയിരുത്തൽ. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. പിന്നെ എവിടെയാണ് പിഴച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അമൃത, തീർച്ചയായും എവിടെയാണ് പിഴച്ചത് എന്ന കാര്യത്തിൽ ഉള്ള വിശദീകരണം അത് 4 മണിക്ക് MP ഗോവിന്ദ് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള തിരിച്ചടിയും LDFന് ഉണ്ടായിട്ടില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കാനുള്ള അധികാരം ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി അത് മറികടക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്കെടുത്താൽ, രാഷ്ട്രീയ വോട്ടുകൾ ചെയ്ത കണക്കെടുത്താൽ അത് 68ഓളം വരുന്ന സീറ്റുകളിൽ വിജയിക്കാൻ, നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ 68ഓളം സീറ്റുകളിൽ വിജയിക്കാനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന്റെ സൂചനയാണ് എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 40 സീറ്റിനടുത്തായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ഉണ്ടായിരുന്ന ലീഡ്. അത് മാറി 58ലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായത് പരിശോധിക്കുകയും അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് പ്രധാന നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ജില്ലാ തലങ്ങളിൽ പര്യടനം നടത്തുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിശദീകരിക്കാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നീക്കം അത് നടത്തണം എന്നുള്ള അഭിപ്രായവും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ പരക്കെ ഉയരുന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആ നിലപാട് CPM ഇപ്പോൾ തള്ളുകയാണ്. അതിനപ്പുറം ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിലുണ്ടായ തിരിച്ചടി അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നീക്കം അത് CPM-ന്റെയും LDF-ന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് വിജിൻ വായാന്തോട്.